ആമേൻ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോശുവയുടെ പുസ്തകം 1:9 തിരുവചനമാണ്. അതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭ്രമിക്കരുത് എന്ന. യോശുവയ്ക്ക് ധൈര്യം പകരുന്ന വചനം, ഉറപ്പ് കൊടുക്കുന്ന വചനം, ഭയം മാറ്റിക്കളയുന്ന വചനമാണത്. ഇതുപോലെ തന്നെ ഇതാ വിശുദ്ധ എന്തോ നോമ്പ് കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൽ ക്രിസ്തു ഉരുവാകുന്നു, ഗർഭം ധരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൂതൻ മാതാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു സ്വരം മാതാവിന് കേൾക്കുവാനിടയാകുന്നുണ്ട്. അവിടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നുള്ള ആ ധൈര്യം അവൾക്ക് കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, യോശുവയ്ക്കും ആ ധൈര്യം പകർന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ജഡമായി തീർന്നു, മാതാവിൻ്റെ ഉദരത്തിൽ ഇറങ്ങി പാർത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടമെന്നിൽ നിറവേറുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളത് സ്വീകരിക്കുന്നു. ആ നിമിഷത്തിൽ തന്നെ, ആ സ്വരം കേട്ട നാഴികയിൽ തന്നെ യേശു അവളുടെ ഗർഭത്തിൽ ഉരുവാകുകയാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന നിമിഷം മുതൽ ആ കുഞ്ഞ് സ്വീകരിക്കുന്നത് ആ അമ്മയുടെ രക്തമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, യേശുവിൻ്റെ രക്തം കന്യക മറിയാമിൽ നിന്ന് യേശു സ്വീകരിച്ചതാണ്. രക്തം ജീവൻ്റെ അംശമാണ്. ഈ ജീവനും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉളവായിട്ടുണ്ട്. സമഞ്ജസമായി സമ്മേളിച്ച് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഒരു കുഞ്ഞ് വളർത്തപ്പെടുകയാണ്. 9 മാസം 9 നാഴിക 9 വിനാഴിക. ഒരു ഗർഭിണികളത് തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയിൽ യേശു സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ ഒരു കുഞ്ഞും യേശു കുഞ്ഞാണ്, അല്ലെങ്കിൽ കുഞ്ഞു മരിയയാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു ഗർഭിണികൾക്ക് ഉണ്ടാകേണ്ട നിമിഷങ്ങളാകുന്നു. ഒരു അമ്മയുടെ സ്ഥാനം അത്ര വലുതാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉരുവാകണം. അത് നമ്മുടെ അവകാശമാണ്. സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ, നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും യഹൂദ നിയമപ്രകാരം അനുസരിച്ച് അവൾ അത് സ്വീകരിച്ച് സഹനമായി ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ പിറക്കുവാനായിട്ട് അവൾ തീരുമാനമെടുക്കുന്നു, അവൾ സമർപ്പിക്കുന്നു. ഈ സഹനം നമുക്ക് അവകാശമാണ്. പരിശുദ്ധ അമ്മ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷകയായി മാറി യഹൂദ മലനാട്ടിലേക്ക് തിരഞ്ഞെടുക്കലൊക്കെ വചനം ജഡമായി അത് ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങുന്ന സമയം, അപരനിൽ ക്രിസ്തു ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സമയങ്ങൾ. നമ്മളിൽ ക്രിസ്തു ഉരുവാകാൻ നമ്മൾ അനുവദിക്കണം. സമർപ്പണം ആവശ്യമാണ്. പെട്ടെന്നൊരു സുവിശേഷകനാകുവാൻ കഴിയുകയില്ല. സകലത്തിലൂടെ അത് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അമ്മയുടെ പരിത്യാഗം അത് നമ്മളെ ഒരു പാഠശാലയാക്കി മാറ്റണം. അവൾ ഒരു അധ്യാപികയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുന്ന ക്രിസ്തു ദൈവപുത്രനാണ്. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന യേശുവാണ്. അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന യേശു ദൈവമാണെന്ന് കണ്ടുകൊണ്ട് അവൾ അവനെ സ്നേഹിച്ചു, ആരാധിച്ചു, അവനെ സൂക്ഷിച്ചു, സംരക്ഷിച്ചു, എല്ലാം ചെയ്തു. സഹോദരങ്ങളെ, ഓരോ വചനവും നമ്മളിൽ ഉരുവാകട്ടെ. അത് ജഡം ധരിച്ച് മറ്റുള്ളവർക്ക് വിളമ്പുവാൻ കഴിയണം. അതിന് വചനം നമ്മളിൽ ഉരുവാകണം. അത് നമ്മൾ ധ്യാനിക്കണം, പഠിക്കണം, ബൈഹാർട്ടാക്കണം. അങ്ങനെ ക്രിസ്തു നമ്മൾ ഉരുവാകുന്ന ഒരനുഭവം ഉണ്ടാകുമ്പോൾ ആ ക്രിസ്തുവിന് നമുക്ക് കൊടുക്കുവാൻ കഴിയും. കാലത്തിൻ്റെ തികവെങ്കിൽ ബെത്ലഹേമിൽ യേശു പറഞ്ഞതുപോലെ നമ്മൾക്കും ലോകത്തിൻ്റെ നാനാഭാഗ്യങ്ങളിൽ യേശുവിനെ ജനിപ്പിക്കുവാൻ കഴിയും, യേശുവിനെ കൊടുക്കുവാൻ കഴിയും. അതാണ് സുവിശേഷം. ഉറപ്പും ധൈര്യവും അതിന് ആവശ്യമാണ്. യോശുവയോട് ഏൽപ്പിക്കുന്ന ദൗത്യം അവനെ പൂർത്തീകരിക്കുവാൻ കനാൻ നാട്ടിലേക്കുള്ളതായ ആ പ്രയാണയാത്രയിൽ അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഉറപ്പ്, ധൈര്യം, ഭയമില്ലാത്ത ഒരവസ്ഥ, ചങ്കുറ്റം
അവനുണ്ടാകുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും യേശുവിന് ജനത്തിന് ലോകത്തിന് മുഴുവൻ കൊടുക്കുവാൻ വേണ്ടിയുള്ള ധൈര്യം, ഉറപ്പും ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് യേശുവിനെ സ്വീകരിക്കാം, വചനം ധ്യാനിക്കാം. ക്രിസ്മസിൻ്റെ സുദിനത്തിലേക്ക് പോകുമ്പോഴേക്കും യേശു എന്ന സുവിശേഷത്തെ ലോകത്തിന് പങ്കുവയ്ക്കാം. ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾക്ക് കാലെടുത്ത് വെക്കാം. അതിന് നമ്മൾ ഓരോരുത്തർ സാക്ഷികളായി തീരുവാനായിട്ട് നമ്മളെ വിനയപ്പെടുത്താം. അത് രക്ഷാകര പദ്ധതിയുടെ ഒരു കണ്ണിയായിട്ട് നമ്മൾക്കും അതിൽ പങ്കുചേരാം. അത് നിത്യരക്ഷയ്ക്ക് അത് വഴിയൊരുക്കുകയാണ്. നിത്യാനന്ദ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, സ്വർഗാവകാശമാക്കുവാൻ നമ്മെ ഉപകരണമാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ ഇതിനുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകവും ശക്തിയും ഓജസ്സും ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവേ കനിയണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിൽ ഇവിടുന്ന് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. നാഥ കരുണയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.